നെയ്യാറ്റിൻകര ഭാഗം കേന്ദ്രീകരിച്ച് ബൈക്കിലെത്തി മാല കവരുന്ന ഒരു സംഘമുണ്ട്. ഈ സംഘത്തെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യത്തിൽ ആ റൗണ്ട് ചെയ്തിരിക്കുന്ന ആ ബൈക്കിൽ വരുന്ന 2 പേർ ഈ തിരുവനന്തപുരം നഗരത്തിലും കേരളത്തിൽ പലയിടങ്ങളിലുമായിട്ടും മാലമോഷണം എന്ന പേരിൽ പലയിടത്തായി കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. സ്ത്രീകൾ മാത്രമുള്ള കടകളിലെത്തി കവർച്ച നടത്തുന്നതാണ് ഈ പ്രതികളുടെ രീതി. മോഷണശേഷം ഈ ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ചിലത് പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. രാഹുൽ ജിനാഥ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുലെ, മഴക്കാലമൊക്കെ ആയി തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ കവർച്ചാ വാർത്തകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ക്രൈം ഫയലിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. കവർച്ച എന്നുള്ള, അല്ലെങ്കിൽ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ മോഷണം എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം ചിലപ്പോൾ ഇത് ഒതുങ്ങി നിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരം CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതും ജാഗ്രത വേണമെന്ന് പറയുന്നതും. ഇവരെക്കുറിച്ചുള്ള എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നത്? അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും. കാരണം മോഷണ ശ്രമം തടയാൻ ശ്രമിക്കുന്നവരെ ഏത് വിധേനയും ഈ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെയ്യാറ്റിൻകരയിൽ തന്നെയാണ് ആഴ്ചകൾക്ക് മുൻപ് പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന സംഘത്തെ പിടികൂടിയതും ആ സംഘം മൂലം അല്ലെങ്കിൽ കാരണം അപകടത്തിലായ അല്ലെങ്കിൽ പരിക്കേറ്റവരെയും കണ്ടത്. എന്തായാലും ഇപ്പോൾ ഈ പ്രചരിക്കുന്ന ചിത്രം അത് മാല, അതായത് ഈ സ്ത്രീകൾ മാത്രമുള്ള കടകളിൽ പ്രതികൾ എത്തുന്നു. പ്രതികൾ എത്തിയ ശേഷം ഗൂഗിൾ പേയിൽ പൈസ നൽകാമെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട സംശയം അവർ ഉന്നയിക്കുന്നു. ആ ഘട്ടത്തിൽ സ്ത്രീകൾ, കടയിൽ നിൽക്കുന്ന സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ മാല പൊട്ടിച്ചുകൊണ്ട് ബൈക്കിൽ കടന്നു കളയുകയാണ്. എന്തായാലും ചുവന്ന ഹോണ്ട ബൈക്കിൽ സഞ്ചരിക്കുന്ന 2 പ്രതികൾ ഇവരാണ് ഇത്തരത്തിൽ ഈ നെയ്യാറ്റിൻകര നെല്ലിമൂട് പ്രദേശത്ത് ഒരു കടയിൽ മാല മോഷ്ടിച്ചുകൊണ്ട് കവർന്നുകൊണ്ട് കടന്നു കളഞ്ഞത്. അപ്പോൾ അവരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അതിൽ പിന്നിലിരിക്കുന്ന ആൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല, തൊപ്പി മാത്രമാണ് വെച്ചിട്ടുള്ളത്. പ്രതികളെ കുറിച്ച് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഈ പറയുന്ന മുഖം വ്യക്തമായ പ്രതിയിൽ നിന്നും മറ്റു പ്രതിയിലേക്കുള്ള സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇത് ആളുകളിലേക്ക് എത്തിക്കുക, ഈ പ്രതികളെ തിരിച്ചറിയാൻ സഹായിക്കുക, പോലീസിനെ സഹായിക്കുക എന്നുള്ള അഭ്യർത്ഥനയും പോലീസിൻ്റെ ഭാഗത്തുണ്ട്. എന്തായാലും പോലീസ് ഇവരുടെ പിന്നാലെ തന്നെയാണ്. അനശ്വര സൂചിപ്പിച്ചതുപോലെ ഈ മോഷണ ശ്രമം അല്ലെങ്കിൽ മോഷണം എന്നിവയിൽ കാര്യങ്ങൾ ഒതുങ്ങില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് പോലീസ് ഇവരെ പിടികൂടാനായി വലിയ സന്നാഹവുമായി മുന്നോട്ട് പോകുന്നത്. ശരി, രാഹുൽ ജിനാഥാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. ഇത് തന്നെയാണ്